ഒസ്വാൾ, ICICI സെക്യൂരിറ്റീസ് എന്നീ ബ്രോക്കറേജുകൾ സെൽ ശുപാർശ നൽകിയ 3 ഓഹരികളെക്കുറിച്ചാണ് ഇന്ന് വ്യക്തമാക്കുന്നത്. 4ാം പാദ ഫലങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രോക്കറേജുകൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഓഹരികളുടെ വിപണിയിലെ പ്രകടനത്തെപ്പറ്റിയും ബ്രോക്കറേജുകൾ നൽകുന്ന ടാർഗറ്റ് വിലയെക്കുറിച്ചും മനസ്സിലാക്കാം. ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ് ഓഹരികളാണ് ഇതിലാദ്യം. കമ്പനിയുടെ പാദഫലങ്ങൾ അത്ര തന്നെ മികച്ചതല്ല എന്ന് കാണാം. മാർജിനിൽ നേരിട്ട സമ്മർദ്ദമാണ് കാരണം. നികുതിക്ക് ശേഷമുള്ള ലാഭം ഇയർ 15% കുറഞ്ഞു. അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർന്നതും ലോജിസ്റ്റിക്സ് കോസ്റ്റ് വർദ്ധിച്ചതും മൂലം എബിഡ മാർജിൻ ഇത്തവണ 660 ബേസിസ് പോയിന്റ് ആണ് കുറഞ്ഞത്. എങ്കിലും ഇന്ത്യൻ ബിസിനസ് ശക്തമായി തുടർന്നിട്ടുണ്ട്. എന്നാൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസിൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിൽ വ്യക്തത വരുന്നതുവരെ പുതിയ കരാറുകൾ ലഭിക്കുന്നതിൽ ആശങ്ക ഉയരുന്നുണ്ട്. മാത്രമല്ല, കമ്പനിക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ അധിക നിക്ഷേപം ആവശ്യമായി വരും. നിലവിൽ ഓഹരിയുടെ വാലുവേഷൻ കുറച്ച് എക്സ്പെൻസീവായാണ് തുടരുന്നത് എന്ന് മോത്തിലാൽ ഒസ്വാൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. ലോങ് ടേം ആയി നോക്കുമ്പോൾ കമ്പനിയുടെ വളർച്ചയിൽ പ്രതീക്ഷയുണ്ടെങ്കിലും മീഡിയം ടേമിലേക്ക് പല വെല്ലുവിളികളും കമ്പനി നേരിടുന്നുണ്ട്. വിപുലീകരണത്തിനായി നേരിടുന്ന കാലതാമസം അടക്കമുള്ള പ്രതിസന്ധികൾ ഇതിൽ ഉൾപ്പെടുന്നു. ബ്രോക്കറേജ് ഓഹരിക്ക് സെൽ എന്ന ശുപാർശ നൽകുമ്പോൾ 3660 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. പോയ വാരം 12% മുന്നേറിയ ഓഹരിയാണ് ഫൈൻ ഓർഗാനിക്സിന്റേത്. ഫെബ്രുവരിയിൽ 21% ഇടിഞ്ഞ ഓഹരി തുടർന്ന് 2 മാസം പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഓഹരി 3407 രൂപ വരെയാണ് ഇടിഞ്ഞത്. നിലവിൽ 4500 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. റിലാക്സോ ഫുഡ്വെയർ ആണ് അടുത്ത ഓഹരി. ദുർബലമായ പാദഫലമായിരുന്നു കമ്പനിയും പുറത്തുവിട്ടത്. ഡിമാൻഡിൽ കാര്യമായ മുന്നേറ്റമില്ലാത്തത് ഇത്തവണയും കമ്പനിയുടെ പാദഫലങ്ങളിൽ പ്രതിഫലിച്ചു. 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ എബിഡ 6% ഇയർ കുറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതി മുതൽക്കാണ് ഇതിൽ മാറ്റമുണ്ടാകുക എന്ന് മാനേജ്മെന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. 4ാം പാദത്തിൽ കമ്പനിയുടെ വരുമാനവും വോളിയവും ഇടിഞ്ഞിരുന്നു. മൊത്ത ലാഭം 15% ഇടിഞ്ഞത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രകടനം വിലയിരുത്തിയാലും ലാഭവും വരുമാനവും ഒക്കെ ഇടിഞ്ഞതായി കാണാം. എന്നാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വർദ്ധിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പവും ഉയർന്ന മത്സരവും ഒക്കെ കമ്പനിയുടെ പോയ വർഷത്തെ പ്രവർത്തനത്തെ സ്വാധീനിച്ചു. എങ്കിലും വരും പാദങ്ങളിൽ ഇത് മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ കമ്പനി തുടരുന്നുണ്ട്. എങ്കിലും നിലവിൽ മീഡിയം ടേമിലേക്ക് സ്ഥിതി തുടർന്നേക്കാമെന്ന് മോത്തിലാൽ ഒസ്വാൾ വിലയിരുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെൽ ശുപാർശ നൽകുമ്പോൾ 375 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. ഒക്ടോബർ മുതൽക്ക് ഇടിവ് നേരിടുന്ന ഓഹരിയാണ് റിലാക്സോ ഫുഡ്വെയറിന്റേത്. തുടർന്ന് ഏപ്രിൽ 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഓഹരി കൂപ്പുകുത്തി. എങ്കിലും വെള്ളിയാഴ്ച മുതൽക്കുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ 6 സെഷനിൽ 5 സെഷനിലും ഓഹരി നേട്ടത്തിലാണ് അവസാനിച്ചതെന്ന് കാണാം. നിലവിൽ 430 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത്. ICICI സെക്യൂരിറ്റീസ് സെൽ ശുപാർശ നൽകുന്ന ഓഹരി ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ആണ്. അനലിസ്റ്റുകളുടെ അനുമാനങ്ങൾക്കൊത്ത റിസൾട്ടുകൾ തന്നെയാണ് കമ്പനി പുറത്തുവിട്ടത്. എന്നാൽ ഇത്തവണ കമ്പനിയുടെ ഒരു ക്ലയന്റിന് പാപ്പരത്ത നടപടി നേരിടേണ്ടി വന്നത് വരുമാനത്തിൽ പ്രതിഫലിച്ചു. ഇത് മാർജിനിലും സ്വാധീനിച്ചു. മാത്രമല്ല, വരും പാദങ്ങളിൽ വിപുലീകരണത്തിനായി കൂടുതൽ നിക്ഷേപം നടത്തേണ്ട സാഹചര്യം കമ്പനിക്കുണ്ട്. ഇത് മാർജിനിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിച്ച് ഓഹരിക്ക് സെൽ ശുപാർശ നൽകുമ്പോൾ 400 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. ഏപ്രിൽ മാസത്തിൽ 519 രൂപയിലേക്ക് ഇടിഞ്ഞ ഓഹരി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇടിവിൽ തന്നെ തുടരുന്നതായി കാണാം. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം 18% നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയിട്ടുള്ളത്. നിലവിൽ 600 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത്. പാദഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പനികൾ നേരിട്ടേക്കാവുന്ന വെല്ലുവിളികൾ പരിഗണിച്ച് മീഡിയം ടേമിലേക്ക് ബ്രോക്കറേജുകൾ നൽകിയ ടാർഗറ്റ് വിലയാണിവ. എന്തുകൊണ്ട് സെൽ ശുപാർശ ലഭിക്കുന്നു എന്നതിന്റെ 1-2 കാരണങ്ങൾ മാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ബ്രോക്കറേജുകൾ ഒരു ഓഹരിക്ക് ബൈ ഓർ സെൽ എന്ന ശുപാർശ നൽകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇത്തരം ഓഹരികളുടെ വിപണിയിലെ പ്രകടനത്തെക്കുറിച്ചുമാണ് വീഡിയോകളിൽ വ്യക്തമാക്കുന്നത്. നിക്ഷേപകർ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിദഗ്ധരുടെ നിർദ്ദേശം തീർച്ചയായും സ്വീകരിക്കുക.